നമ്മുടെ ജനകീയ കോടതി പ്രോഗ്രാം ഞാൻ ഇപ്പം കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് അഖിൽമാരാർ ശരിയാണോ തെറ്റാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അതല്ല എന്റെ ഇപ്പോഴത്തെ വിഷയം ഹാഷ്മിയാണ്. ഇത്രയ്ക്കധികം ജനാധിപത്യ മര്യാദ ഇല്ലാതെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഹാഷ്മിയെ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. അഖിൽമാരാർ വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ വ്യക്തിക്ക് അയാളുടെ വാദങ്ങൾ പറയാനുള്ള സമയം കൊടുക്കുന്നില്ല. അയാൾ എന്തെങ്കിലും പറയാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. മാത്രമല്ല, അയാൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഹാഷ്മി ആ വാദത്തെ വളച്ചൊടിക്കുന്ന രീതിക്ക് വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വിഷയത്തെ വളച്ചൊടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു മാനിപ്പുലേഷനിൽ കുറെ പേര് വീട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവാദം എന്ന് പറയുന്ന സംഭവം. ഒരാളെ വിളിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പറയാനുള്ള സമയം കൊടുക്കണം, അയാളോട് ചോദ്യങ്ങൾ ചോദിക്കണം. അയാൾ പറയുന്ന വിഷയവുമായിട്ട് ബന്ധമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും കാര്യങ്ങൾ പറയണം. അങ്ങനെയാണ് സംവാദം മുമ്പോട്ട് പോവുക. അല്ലാണ്ട് ഈ രീതിക്കാണെങ്കിൽ അതെന്ത് സംവാദമാണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹാഷ്മിക്ക് ഇതിനകത്ത് എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഹാഷ്മി കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ ട്രൈ ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അഖിൽമാരാർ ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. ആ ചർച്ചയെ ഹാഷ്മി മറ്റൊരു രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.